അഞ്ജു, ഇപ്പോൾ ഈ ജയിൽ നിറയ്ക്കൽ സമരം എല്ലാ ജില്ലകളിലും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഇന്ന് ജയിൽ നിറയ്ക്കൽ സമരമാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ ലേബർ കോഡിനെതിരെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ലേബർ കോഡൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് കേരളത്തിലാണെന്ന് പറയാം. ഈ ഇടയ്ക്ക്, അതായത് ഈ കഴിഞ്ഞ മാസമൊക്കെ ഈ കോറോ ഹെൽത്ത് ഉൾപ്പെടെ കമ്പനികൾ ഒരറിയിപ്പും കൂടാതെ തൊഴിലാളികളൊക്കെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം, അതായത് ഈ ജന്തർ മന്ദിറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ഉൾപ്പെടെ കേന്ദ്രത്തിന് അവരുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. ഈ 5 വർഷത്തിന് മുമ്പ് നടന്നൊരു കർഷക സമരം ഉണ്ടായിരുന്നു. അതും കേന്ദ്ര സർക്കാരിനെ ഈ സമരത്തിന് മുന്നിലൊക്കെ മുട്ടുമടക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അതിനൊക്കെ ശേഷം വലിയൊരു പ്രതിഷേധത്തിലേക്ക്, വലിയ ശക്തമായൊരു സമരത്തിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ കർഷക സംഘടന അല്ലെങ്കിൽ തൊഴിലാളികൾ ഉൾപ്പെടെ നീങ്ങുന്നത്, അല്ലേ? തീർച്ചയായും അവന്തിക, അങ്ങനെ തന്നെയാണ്. ഇന്ത്യ കാണാൻ പോകുന്ന മറ്റൊരു വലിയ സമരം തന്നെയായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്ന ഈ ജയിൽ നിറയ്ക്കൽ സമരം എന്ന് പറയുന്നത്. കാരണം ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ, അത് കർഷകരോടായാലും തൊഴിലാളികളോടായാലും വിദ്യാർത്ഥികളോടായാലും ആരോടായാലും അവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് എപ്പോഴും, നയങ്ങളുമാണ് കേന്ദ്ര സർക്കാർ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ആ നയങ്ങൾക്കെതിരെയാണ് ഇത് ഒരു ജയിൽ നിറയ്ക്കൽ സമരം നടത്തുന്നത്. അത് എല്ലാ ട്രേഡ് യൂണിയനുകളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതിൽ കിസാൻ മോർച്ചയും കൂടിയുണ്ട്, സംയുക്ത കിസാൻ മോർച്ചയുമുണ്ട്. വലിയ രീതിയിൽ രാജ്യവ്യാപകമായി വലിയൊരു പ്രതിഷേധം തന്നെയായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുക. ഈ കേന്ദ്ര സർക്കാർ ജില്ലാ കേന്ദ്രങ്ങളിലാണെങ്കിൽ, കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസുകൾ ഉപരോധിച്ചുകൊണ്ടായിരിക്കും ഈ സമരം നടക്കുക. മാത്രമല്ല റെയിൽ, റോഡ് ഗതാഗതങ്ങൾ പോലും ഉപരോധിക്കാൻ ഈ സമരക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ജയിൽ നിറച്ചുകൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾ ഇത്രയും അധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടുന്ന കാലഘട്ടത്തിലും കേന്ദ്ര സർക്കാർ അവരെ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല. മറിച്ച് അവരെ അടിമകളാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനെതിരെയാണ് ജയിൽ നിറയ്ക്കൽ സമരം നടത്തുന്നത്. അതുതന്നെയാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ TP രാമകൃഷ്ണനാണ് ഈ ജയിൽ നിറയ്ക്കൽ സമരം ഉദ്ഘാടനം ചെയ്യുക, ഈ ഉപരോധം ഉദ്ഘാടനം ചെയ്യുക. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കായിരിക്കും, ഈ പോസ്റ്റ് ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്കായിരിക്കും ഉപരോധം നടത്തുക. നമ്മൾക്കറിയാം, ഈ തൊഴിലുറപ്പ് നിയമം അട്ടിമറിക്കുന്നു, അതുപോലെ തന്നെ ലേബർ കോഡുകൾ ഈ പാർലമെന്റിൽ അവതരിപ്പിച്ച സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കർഷകരും തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളടക്കം വലിയ രീതിയിൽ ഉയർത്തിയിരുന്നു. കാരണം ഇത് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു നിയമമാണ്. തൊഴിലാളികളെ അടിമകളാക്കാൻ സാധിക്കുന്ന, മുതലാളിമാർക്ക് തൊഴിലാളികളെ അടിമകളാക്കാൻ സാധിക്കുന്ന തരത്തിൽ പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു നിയമമാണ്. ആ നിയമം എത്രയും വേഗം പിൻവലിക്കണം, കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്ന് പിൻവലിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ട്രേഡ് യൂണിയനുകളും തൊഴിലാളികളും അടക്കം പലകുറി പറഞ്ഞതാണ്. അന്നൊന്നും കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെല്ലാം എതിരെ ആ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ആ സമീപനങ്ങൾക്കെതിരെ വലിയൊരു സമരം നടത്താൻ വേണ്ടി തൊഴിലാളികൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന് പറയാം. ഈ ലേബർ കോഡുകളാണ് പ്രധാനമായും അവർക്ക് പിൻവലിക്കണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കാർഷിക വിളകൾക്ക് നൽകുന്ന താങ്ങുവിലയാണ്. അത് ഈ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരമുള്ള താങ്ങുവില നൽകണമെന്നാണ് ഈ കർഷക തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം വൈദ്യുതി ഭേദഗതി ബില്ലാണ്. അത് പിൻവലിക്കണമെന്നും പലകുറി ഇവർ ആവശ്യം അറിയിച്ചതാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ അതിലൊന്നും ഒരു ചെറുവിരൽ പോലും അനക്കാനുള്ള ഒരു സമീപനം കാണിച്ചിരുന്നില്ല. അതിലും അവർ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ആ ഒരു നിയമം പിൻവലിക്കുക. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ അമേരിക്കയുമായി അടക്കമാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാറുള്ളത്. അതിൽ നിന്നും പിന്തിരിയണം, ആ നിയമത്തിൽ നിന്നും റദ്ദാക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സമരത്തിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ലേബർ കോഡുകൾ തന്നെയാണ്. ഈ തൊഴിലാളികളെയും മുതലാളിമാർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളെയും ചൂഷണം ചെയ്യാൻ പാകത്തിനുള്ളൊരു നിയമമാണ് ഈ ലേബർ കോഡ് എന്ന് പറയുന്നത്. അത് പിൻവലിക്കണമെന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറഞ്ഞത്. അതിൻ്റെ പ്രത്യാഘാതം അറിഞ്ഞവർ കൂടിയാണ് നമ്മൾ ഈ കേരളത്തിലുള്ളത്. കാരണം ഈ ടാൽറോപ്പിലുള്ളതും, ഈ ടാൽറോപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായത്, അതുപോലെ തന്നെ കോറോ ഹെൽത്ത് കൊച്ചിയിലും കോഴിക്കോടുമായിട്ട് 600-ലധികം ജീവനക്കാരെയാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പൊടുന്നതിന് ഒരു സാഹചര്യത്തിൽ പറഞ്ഞയക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, അവർക്ക് സാലറി കൊടുക്കുന്നില്ല, അവരെ പറഞ്ഞുവിട്ട കാര്യങ്ങൾ അറിയിക്കുന്നില്ല. ലേബർ കോഡ് അടിസ്ഥാനമാക്കിയാണ് ഈ കമ്പനി ഇവരെ പിരിച്ചുവിട്ടതെന്ന് മാത്രമാണ് കമ്പനി നടത്തിയ വിശദീകരണം. അതുകൊണ്ട് നിയമസാധ്യത അവർക്കുണ്ട് എന്നാണ് അവർ ആദ്യഘട്ടത്തിലൊക്കെ വാദിച്ചത്. അത്തരത്തിൽ തൊഴിലാളികളെ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഇറക്കി വിടാൻ സാധിക്കുന്ന ഒരു നിയമമാണ് ലേബർ കോഡ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിയമങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ട്രേഡ് യൂണിയൻ്റെയും അതുപോലെ തന്നെ സംയുക്ത കിസാൻ മോർച്ചയുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഉപരോധിച്ചുകൊണ്ട് ഒരു ജയിൽ നിറയ്ക്കൽ സമരം നടക്കുന്നത്. അവന്തിക.
അതായത് അഞ്ജു, ഇപ്പോൾ ഇവരുടെ പ്രധാന പ്രശ്നം ഈ ലേബർ കോഡ് തന്നെയാണ്. അതായത് ഈ തൊഴിൽ നിയമം, മാന്യമായ വേതനം, സമയക്രമം, ഇതെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള ഒരു നടപടികളാണ് ഇപ്പോൾ പല കമ്പനികളിലും നടക്കുന്നത്. അഞ്ജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോറോ ഹെൽത്തിലും ടാൽറോപ്പിലൊക്കെ നമ്മൾ കണ്ടത് ഒരറിയിപ്പും കൂടാതെ ഈ തൊഴിലാളികളെയൊക്കെ പിരിച്ചുവിടുന്നതാണ്. ഈ സമരവും, അതായത് നമ്മൾ ഈ 5 വർഷം മുമ്പ് ഈ കിസാൻ സഭയുടെ സമരം, കർഷക സമരം ഒക്കെ വിജയമായിരുന്നു. ഈ സമരവും ഇന്ത്യ ഒട്ടാകെ ഇനിയിപ്പോൾ കേന്ദ്രം കാണാൻ പോകുന്ന 5 വർഷത്തിന് ശേഷം കേന്ദ്രം കാണാൻ പോകുന്ന വലിയൊരു സമരമാണ്. അപ്പോൾ ഇതും ഒരു വിജയത്തിലേക്ക് എത്തുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷ? കാരണം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ സമരത്തിൻ്റെ ലക്ഷ്യവും. തീർച്ചയായും ക്ഷമിക്കണം അവന്തിക, അങ്ങനെ തന്നെയാണ്. കാരണം ഈ തൊഴിലാളികളും കർഷകരും ഇന്നെത്തുന്നത് സ്വയം അറസ്റ്റ് വരിക്കാൻ അവർ സന്നദ്ധത അറിയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരത്തിന് പോലും അവർ എത്തുന്നത്. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് അവർ എത്തിയില്ലെങ്കിൽ, ഈ സമരവുമായോ പ്രതിഷേധവുമായോ അവർ എത്തിയില്ലെങ്കിൽ നാളെ അവർ അടിമകളാക്കപ്പെടേണ്ടവരായി മാറപ്പെടും. അല്ലെങ്കിൽ മുതലാളിക്ക് മുൻപിൽ അവർ അടിമകളെ പോലെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവർ ഇത്രയും വലിയൊരു ജയിൽ നിറയ്ക്കൽ സമരത്തിലേക്ക് എത്തുക. ഈ CJP പ്രൊട്ടസ്റ്റ് നമ്മൾ കണ്ടു. അതിനു മുമ്പ് വലിയ കർഷകരുടെ വലിയ പ്രൊട്ടസ്റ്റ് നമ്മൾ ദില്ലിയിൽ കണ്ടു. അത്തരത്തിലുള്ള സമരങ്ങളുടെ എല്ലാം ഒരു പ്രചോദനം ഈ സമരത്തിനും ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. നാളേക്ക് അവർ അടിമകളാക്കപ്പെടാതിരിക്കാൻ, അവർ ചൂഷണം ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ കേന്ദ്ര നിയമങ്ങൾ പ്രകാരം അവർ എന്നേക്കുമായി അവരുടെ തൊഴിലും അവരുടെ കൃഷിയിടങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്രയും സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഇന്ന് ഈ ജയിൽ നിറയ്ക്കൽ സമരത്തിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും അവരുടെ സമരത്തിൽ കേന്ദ്ര സർക്കാർ പേടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നെന്തായാലും രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള സമരമാണ് നടക്കുന്നത്. റെയിലും റോഡും ഗതാഗതം അടക്കം ഉപരോധിക്കാനാണ്, ഉപരോധിച്ചുകൊണ്ട് സമരം ചെയ്യാനാണ് ഈ തൊഴിലാളികളും കർഷകരും തീരുമാനിച്ചിരിക്കുന്നത്. അത് വലിയ തരത്തിലായിരിക്കും ഈ കേന്ദ്ര സർക്കാരിന് വലിയൊരു ഇമ്പാക്റ്റ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വലിയൊരു ശതം തന്നെ ആയിരിക്കും ഈ സമരത്തിലൂടെ ഉണ്ടാകുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് കരുത്തേൽക്കുന്നത് ഈ വിദ്യാർത്ഥികളും CJPയും ചേർന്ന് ദില്ലിയിൽ നടത്തിയ പ്രൊട്ടസ്റ്റും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുടെ പഴയ ആ ഒരു ദില്ലിയിലെ ആ മാർച്ചും ആ പ്രൊട്ടസ്റ്റും ഒക്കെ തന്നെയായിരിക്കും. എന്തായാലും ഈ സമരത്തിലും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് കഴിയണമെന്ന് തന്നെയാണ് നമ്മളുടെയും ആവശ്യം, നമ്മളുടെയും ആഗ്രഹം. കാരണം തൊഴിലിടങ്ങൾ എപ്പോഴും സുരക്ഷിതമായിരിക്കണം, അതങ്ങനെയായിരിക്കണം, അവർക്ക് സുരക്ഷിതത്വം നൽകുന്നതായിരിക്കണം ഓരോ തൊഴിലിടങ്ങളും, അവരെ ചൂഷണം ചെയ്യുന്നതാവരുത്. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന കർഷകരും തൊഴിലാളികളുമാണ് ഇന്ന് നിരത്തിലിറങ്ങുന്നത്. ആ സമരം വിജയിക്കുക തന്നെ ചെയ്യും എന്തായാലും അവന്തിക.